ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ എല്ലാ മാസവും സ്ഥിരമായിട്ട് ചെയ്യാറുള്ള പോലെ സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് PDF ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഫ്രീ മെറ്റീരിയൽ സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ താഴെ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ SCO സബ്മിറ്റ്. ഓക്കെ, സബ്മിറ്റുകളല്ലേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നാഷണൽ ഓർഗനൈസേഷൻസ് കണ്ടിരിക്കുന്ന സബ്മിറ്റ് ആകുന്നതാണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി മാറുമല്ലോ അത്. ഓക്കെ, അപ്പോൾ 25th SCO സബ്മിറ്റ്. ഓക്കെ, നോക്കാം എവിടെയാണ് നടന്നത്. ഹോസ് സിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയിൽ വെച്ചാണ്. ചൈനയിലെ ടിയാൻജിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്തത് കേട്ടോ. ഹോസ്റ്റ് സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ചോദിച്ചു കാണുന്നത് എന്താണ്, ഇത് എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്തത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണത് നമ്മൾ കൂടുതലും കാണാറുള്ളത്. അപ്പം ചൈനയിൽ മിക്കവാറും വരാൻ ചാൻസ് ഒരു ചൈന അല്ലെങ്കിൽ കൺട്രിയാണ് ചോദിക്കാൻ കൂടുതൽ ചാൻസ്. അപ്പോൾ നിങ്ങൾ ചൈന എന്ന് പഠിച്ചു നോക്കുക. കുറച്ചും കൂടെ ഡീപ്പായിട്ട് എന്താണ് ടിയാൻജിൻ എന്ന സ്ഥലം കൂടെ നിങ്ങൾ പഠിച്ചു നോക്കുക. ഇനി നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയാണെന്ന് ഈ ഇന്ത്യയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് അദ്ദേഹം എന്താണ് 25th SCO സമ്മിറ്റിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, എന്നാൽ SCO ഫൗണ്ട് ചെയ്തെന്നാണ് ചോദിക്കാമല്ലോ. സ്റ്റാറ്റിക്കൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. SCO എന്നാണ് ഫൗണ്ട് ചെയ്യുന്നത് ചോദിക്കാം. 1996 SCO ഫൗണ്ട് ചെയ്തത്. ഓക്കെ, സ്റ്റാറ്റിക് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യത കേട്ടോ. അത് ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ബീജിംഗ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബീജിംഗിലാണത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ചേർഡ് ബൈ സി ജിൻപിങ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല വായിക്കാൻ. നമുക്ക് എന്താണ് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വായിച്ചെടുക്കാന്നുള്ളത്. കാരണം നമ്മൾ എഴുതുക അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് അല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെയാണോ ആ പ്രൊണൗൺസിയേഷൻ അതിൽ നിങ്ങൾ വായിച്ചെടുക്കുക. ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് വായിക്കുന്നത് കേട്ടോ. അതുപോലെ മേജർ ഔട്ട്കംസ് എന്തൊക്കെയാണ്? മേജർ ഔട്ട്കംസ് നോക്കാം. ഓക്കെ, ലാവോസ് ബിക്കം 17th പാർട്ണർ കൺട്രി. അപ്പോൾ ചോദിക്കാം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഓക്കെ, കുറച്ചും കൂടി ഡീപ്പായിട്ട് കറണ്ട് അഫയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ആൾക്കാരൊക്കെ പഠിക്കുന്നതാണ് 25th സമ്മിറ്റ് എവിടെയാണ് നടന്നത്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പറായിട്ടാണ് നമ്മൾ പഠിച്ചു പോവുക. കാരണം നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് എക്സാംസ് നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ലാവോസ് ബിക്കം 17th പാർട്ണർ കൺട്രി. ഓക്കെ, 17ാമത്തെ പാർട്ണർ കൺട്രി ആയിട്ട് ആരെ? അതും ഒരു ചോദ്യമായിട്ട് കൊടുക്കാം. ഓക്കെ, SCO 17ാമത്തെ പാർട്ണർ കൺട്രി ആയിട്ട് ആരെയാണ് കൊണ്ടുവന്നത് ചോദിക്കാം. ആരാണ്? ലാവോസ് ബിക്കം 17th പാർട്ണർ കൺട്രി. അതുപോലെ ഗ്ലോബൽ ഗവേണൻസ് ഇനിഷ്യേറ്റീവ് എന്താണ് ഇവർ കൊണ്ടുവരുന്നത്? അതായത് നമ്മുടെ ഈ സോവറൻ യൂണിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഓക്കെ, അത് സോവറൻ ഇക്വാളിറ്റി ഒക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. ടു പ്രൊമോട്ട് സോവറൻ ഇക്വാളിറ്റി. അതുപോലെ SCO ഡെവലപ്മെന്റ് ബാങ്ക്. ഈ 3 കാര്യങ്ങളാണ് ഈ SCO സമ്മിറ്റിന്റെ മേജർ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ 25ാമത്തെ SCO സബ്മിറ്റ് ഇവിടെ നടന്ന് ചൈനയിൽ നടന്നു. മേജർ ഔട്ട്കംസ്, ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ പ്ലസ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇൻഡെക്സിലെ റാങ്കിങ്സ് നമ്മൾ എല്ലാ മാസവും മിക്കവാറും നമുക്ക് 1, 2, 3 റാങ്കിങ്ങൾ കൃത്യമായിട്ട് കാണാറുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025. ഓക്കെ, ടോപ്പ് ആയതാണ്? ടോപ്പ് ആയത് സ്വിറ്റ്സർലൻഡ് ആണിത് ഇതിനകത്ത് ടോപ്പായി മാറിയത്. രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒന്ന് ആരാണ് ടോപ്പ് ആയത്? ഓക്കെ, രണ്ടാമത്തെ ചോദിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ റാങ്ക് എത്രാമതായിരുന്നു? ഈ 2 കാര്യങ്ങളാണിത് മിക്കപ്പോഴും ചോദിച്ച് കാണുന്നത്. അപ്പം ടോപ്പ് ആയതാരാണ്? ടോപ്പ് വന്നത് സ്വിറ്റ്സർലൻഡ് അല്ലേ. ടോപ്പ് വന്ന് സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യൻ റാങ്ക് എത്രയാണ്? ഇന്ത്യൻ റാങ്ക് 38th ആണ്. എന്ത്? ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിലോ. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിലെ ഇന്ത്യൻ റാങ്ക് 38ാമത്തെ റാങ്ക് ആണ്. അടുത്ത് നോക്കാം. ഹോംബൗണ്ട് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ഇന്ത്യസ് ഒഫീഷ്യൽ എൻട്രി ഫോർ ദ ഓസ്കാർസ് 2026. 2026 ഓസ്കാറിലേക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഇന്ത്യൻ ഫിലിംസിന്റെ ഒഫീഷ്യൽ എൻട്രിയിൽ ആരാണ്? ഹോംബൗണ്ട്. ഓക്കെ, ഹോംബൗണ്ട് ആണെന്ത് ഒഫീഷ്യലായിട്ട് എൻട്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാട്ടോ, ഓസ്കാറിലേക്ക് 2026 എൻട്രി ചെയ്ത ഫിലിമുകളുടെ പട്ടികകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹോംബൗണ്ട് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. നെക്സ്റ്റ് അടുത്താണ് IIT Madras topped in the NIRF 2025 overall category. ഓക്കെ, ഈ NIRF എന്ന് വെച്ചാൽ എന്താ പറയാ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ആണെന്ന് NIRF എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആരാണ്? ഓക്കെ, IIT മദ്രാസ് ആണെന്ത് ഈ ഒരു
റാങ്കിങ്ങിൽ ടോപ്പായിട്ട് മേഡലിലേക്ക് എനിക്ക് തോന്നുന്നു IIT ബാംഗ്ലൂർ സെക്കൻഡ് ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. IIT മദ്രാസ് ആണ് ഇതിനകത്ത് ടോപ്പഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചോദിക്കാടോ NIRF റാങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് വന്നത് ഏത് IIT എന്ന് വെച്ചാൽ IIT മദ്രാസ് ആണെന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് അടുത്താണ് TCA കല്യാണി. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്പോയിൻമെന്റ് ആണ്. TCA കല്യാണി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, CGA മാറിപ്പോരുത്. CAG-യും CGA-യും രണ്ടും രണ്ടാണ്. ഓക്കെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലും അതുപോലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സും രണ്ടും രണ്ടാണ്. നമ്മുടെ CAG ആരാ? നമ്മുടെ CAG കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ആരാ? അത് K സഞ്ജയ് മൂർത്തിയാണേ. സഞ്ജയ് മൂർത്തിയാണത് നമ്മുടെ CAG എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ CGA കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ആരാണ്? അത് TCA കല്യാണിയാണത് നമ്മുടെ കൺട്രോൾ ജനറൽ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഒരു പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോയിൻമെന്റ് ആണ്. അപ്പോയിൻമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അപ്പോയിൻമെന്റ്സ് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ്സ് ആണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മെൻസ് T20 ഏഷ്യ കപ്പ്. ഓക്കെ, മെൻസ് T20 ഏഷ്യ കപ്പ് നമ്മളെല്ലാവരും കണ്ടായിരിക്കും അല്ലേ? ഹെൽഡ് എവിടെ വെച്ചാണ്? UAE വെച്ചാണ് മെൻസ് T20 ഏഷ്യ കപ്പ് കണ്ടക്ട് ചെയ്തത്. ഇന്ത്യ വോൺ ദ 9th ടൈറ്റിൽ. ഒരു ചോദ്യമാണ്, കുറച്ച് ടഫ് ചോദ്യമായിരിക്കും. എത്രാമത്തെ ടൈറ്റിലാണ് ഇന്ത്യ വോൺ ചെയ്തെന്നൊക്കെ ചോദിക്കാം. എത്രാമത്തെയാണ്? 9ാമത്തെ 9th ടൈറ്റിൽ ഇന്ത്യ വോൺ 9th ടൈറ്റിൽ. ആരാണ് റണ്ണേഴ്സപ്പ് ആയത്? റണ്ണേഴ്സപ്പ് ആയത് പാകിസ്ഥാൻ ആണെന്ന് ഇതിൽ റണ്ണേഴ്സപ്പ് ആയത് കേട്ടോ, പാകിസ്ഥാൻ. ഓക്കെ, നമുക്കറിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ആയിരുന്നു ഫൈനൽ വന്നിരുന്നത്. പാകിസ്ഥാൻ റണ്ണറപ്പ് ആയി. അതുപോലെ 3 കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് പഠിക്കാം, നോക്കാം. പ്ലെയർ ഓഫ് സീരീസ് ആരായിരുന്നു? നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അഭിഷേക് ശർമ്മയായിരുന്നു പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്. മോസ്റ്റ് റൺസ് ആരായിരുന്നു? അതും നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ അഭിഷേക് ശർമ്മയാണ്. 314 റൺസാണ് അദ്ദേഹം T20 ഏഷ്യ കപ്പിൽ നേടിയത്. അതുപോലെ മോസ്റ്റ് വിക്കറ്റ്സ് നമ്മുടെ സ്പിന്നറായ കുൽദീപ് യാദവ്. ഓക്കെ, മോസ്റ്റ് വിക്കറ്റ്സ് കുൽദീപ് യാദവ് 17 വിക്കറ്റ്സ് ആണ് കുൽദീപ് യാദവ് സ്വന്തമാക്കി കേട്ടോ. അപ്പോൾ ഇത് മൂന്നും പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെവിടെ വെച്ചാണ് T20 ഏഷ്യ കപ്പ് നടന്നത്? UAE വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്ത്. അതുപോലെ ഇന്ത്യ ആണത് 9th ടൈറ്റിൽ വോൺ ചെയ്ത്. ബീറ്റ് ചെയ്തവരാണ് പാകിസ്ഥാനാണ് ബീറ്റ് ചെയ്ത്. പ്ലെയർ ഓഫ് സീരീസ് ആരാണ്? അഭിഷേക് ശർമ്മ. പ്ലെയർ ഓഫ് സീരീസ് മാത്രമല്ല മോസ്റ്റ് റൺസ് ആര് തന്നെയാണ്? ഇതും അഭിഷേക് ശർമ്മ തന്നെയാണ്. ലാസ്റ്റ് വൺ കുൽദീപ് യാദവ് 70 വിക്കറ്റ്സ് ഓടി ഏറ്റവും മോസ്റ്റ് വിക്കറ്റ്സ് എടുത്ത വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. സ്പോർട്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്. നിർബന്ധമായിട്ടും കൃത്യമായിട്ടും പഠിച്ചു നോക്കാം കേട്ടോ. Next, Russia developed the mRNA-based cancer vaccine named Entromix. Okay. So yeah, അതായത് എൻട്രോമിക്സ് എന്ന് പറയുന്ന ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞു ചോദിക്കാം. അത് റഷ്യ ആണെന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. എയർലൈൻ സ്റ്റേജിൽ തന്നെ എന്താണ് ഇതിനുള്ളൊരു പരിഹാരം കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു വാക്സിൻ ആണെന്ന് റഷ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻസിനൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഇന്റേണൽ ഓർഗൻസിൽ വരുന്ന ക്യാൻസറിനെ പെട്ടെന്ന് ക്യൂർ ആക്കാൻ വേണ്ടി ടൈപ്പ് ഓഫ് ഡെവലപ്പ് ചെയ്തൊരു വാക്സിൻ ആണ് എൻട്രോമിക്സ് വാക്സിൻ. ഇത്ര ചോദിക്കുള്ളൂ, എൻട്രോമിക്സ് എന്ന് പറയുന്നത് ഏത് രാജ്യമാണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ എൻട്രോമിക്സ് ചെയ്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ വാക്സിൻ എന്ത് ടൈപ്പ് ഓഫ് വാക്സിൻ എന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ വാക്സിൻ ആണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ അടുത്താണ് രണ്ടും സെയിം അല്ലേ? സെയിം തന്നെയാണ്. താഴെ വെക്കാം. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ ജിയോതെർമൽ എനർജി ഇൻ 2025. ഓക്കെ, നോക്കിയേ, മിനിസ്ട്രി ഏത് മിനിസ്ട്രിയാണ്? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. എന്താണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? നാഷണൽ പോളിസി ഓൺ ജിയോതെർമൽ എനർജി ഇൻ 2025. നോക്കി, ഇന്ത്യസ് ഫസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ടു അച്ചീവ് എന്താണ്? നെറ്റ് സീറോ കാർബൺ എമിഷൻ ബൈ 2070. അതായത് കാർബൺ എമിഷൻ സീറോ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തതാണത് ഈ കാണുന്ന ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. നാഷണൽ പോളിസി ഓൺ ജിയോ തെർമൽ എനർജി. ഇതെന്താണ്? ഇത് ഏത് മിനിസ്ട്രി ആണ് ചോദിക്കാം. ആരാണ്? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. എനർജി നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഇനി എന്താണ് വേറെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്? ഈ ഒരു പ്രൊജക്ട് കാരണം ഏത് കൊല്ലം എത്തുമ്പോഴേക്കാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എത്തിക്കാൻ പോകുന്നത് ചോദിക്കാം. ഏത് വർഷത്തിലാണ്? അത് 2070 ആകുമ്പോഴേക്കാണ് ഇത് നെറ്റ് സീറോ കാർബൺ എമിഷനിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് വീണ്ടും സ്പോർട്സ് ആണ്, സ്പോർട്സ് അവാർഡ്സ് ആണ്. ഓക്കെ, US ഓപ്പൺ അല്ലേ? US ഓപ്പൺ മെൻസും വുമൻസും ഉണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ US ഓപ്പൺ അപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത് ഹാർഡ് കോർട്ടിലല്ലേ? ഹാർഡ് കോർട്ടിലാണല്ലേ വിളയുന്നത്. ഇനി നോക്കാം, മെൻസ് ആരാ വോൺ ചെയ്ത്? മെൻസ് കാർലോസ് അൽക്രാസ് ആണത് മെൻസ് വോൺ ചെയ്ത്. അതുപോലെ വുമൻസ് ആരാണ്? അനന്യ സബലെങ്ക ആണത് വുമൻസ് വോൺ ചെയ്തിരിക്കുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ എല്ലാം മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ടെന്നീസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണത് ഈ കാണുന്ന 4
സീരീസ് ഓപ്പൺ സോ ആരാണ് അല്ലെങ്കിൽ ജയിച്ചത് ബോൺ ചെയ്യുന്നതൊക്കെ മിക്കപ്പോഴും എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് സെൻട്രൽ സോൺ ഹാസ് വോൺ ദ 2025-26 ദുലീപ് ട്രോഫി. വീണ്ടും അഗൈൻ എന്താണ് സ്പോർട്സ് അല്ലെ. സെൻട്രൽ സോൺ ഹാസ് വോൺ ദ 2025-26 ദുലീപ് ട്രോഫി, വൺ ഓഫ് ദ മേജർ ക്രിക്കറ്റ് ടൂർണമെന്റ്സ്. ചോദിക്കാണ് ഇടയ്ക്ക് ദുലീപ് ട്രോഫി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ലെ. ദുലീപ് ട്രോഫി ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അപ്പൊ ദുലീപ് ട്രോഫി ആരാണ് വോൺ ചെയ്ത്? അത് സെൻട്രൽ സോൺ ആണെന്ന് വോൺ ചെയ്തത് കേട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പോർട്സ് കറണ്ട് അഫയേഴ്സ് ആണ്. നെക്സ്റ്റ് ആണ് ഗോകുൽ ജലാശയ് ആൻഡ് ഉദയ്പൂർ ജയിൽ ഫ്രം ബീഹാർ ആർ ഡിക്ലെയർഡ് ആസ് റാംസാർ സൈറ്റ്സ്. പുതിയ റാംസാർ സൈറ്റ്സിന്റെ കാര്യമാണിത് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ റാംസാർ സൈറ്റ്സ്, അതുപോലെ വെറ്റ്ലാൻഡ് സിറ്റീസ്, അതുപോലെ പുതിയ ബയോസ്ഫിയർ റിസർവ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും, അതുപോലെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, ടൈഗർ റിസർവ്സ്, ഇതൊക്കെ പുതുതായിട്ട് വരുമ്പോഴേക്കും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഈ റാംസാർ സൈറ്റ്സ്, പുതിയ 2 റാംസാർ സൈറ്റ്സ് കൊണ്ടു കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബീഹാറിൽ ഏത് സ്റ്റേറ്റ് ആണ്? അപ്പോൾ ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, കാരണം കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക്കും രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അപ്പോൾ നോക്കി, ഉദയ്പൂർ ജയിലും അതുപോലെ ഗോകുൽ ജലാശയം, ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ബീഹാറിലാണ്. ബീഹാറിൽ ഇതുകൂടെ കൂട്ടി ഇപ്പോൾ എന്താണ് ടോട്ടൽ എന്താണ് 5 റാംസാർ സൈറ്റ്സ് ആണ് ഇത് ഇപ്പോൾ ബീഹാറിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഉദയ്പൂർ ജയിലും അതുപോലെ ഗോകുൽ ജലാശയം നോട്ട് ചെയ്ത് നോക്കുക. പുതിയ 2 റാംസാർ സൈറ്റ്സ് ആണെന്നും ഒന്ന് പഠിച്ചു നോക്കുക. ന്യൂ വെറ്റ്ലാൻഡ് സൈറ്റ്സ് ആണ്, പുതിയ 2 വെറ്റ്ലാൻഡ് സൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് 56th GST കൗൺസിൽ, 56ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ്. ഒന്നുമില്ല, ഈ കൗൺസിൽ മീറ്റിംഗ് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്തു എന്ന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എവിടെയാണ്? ഹെൽഡ് ഇൻ ന്യൂഡൽഹി വെച്ചാണ്. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു GST കൗൺസിൽ മീറ്റിംഗ് മിക്കപ്പോഴും നടക്കുന്ന എവിടെ വെച്ചാണ്? അത് ന്യൂഡൽഹി വെച്ചാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെ മാത്രമേ അറിയുള്ളൂ. 56ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്? ആ ഒരു ചോദ്യം മാത്രമേ വരുള്ളൂ. എവിടെയാണ്? അത് ന്യൂഡൽഹി വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വീണ്ടും അപ്പോയിന്റ്മെന്റ് അല്ലേ. R. Venkatramani has been reappointed as Attorney General of India till 2027. നമ്മൾ വീണ്ടും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അദ്ദേഹം തന്നെയായിരുന്നു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നത്. അദ്ദേഹം വീണ്ടും എന്താണ് റീഅപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2027 വരെ എന്താണ് അദ്ദേഹത്തിനെ ഒന്നുകൂടെ റീഅപ്പോയിന്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ R. Venkatramani has been reappointed as the Attorney General of India till 2027. Okay, R. Venkatramani has been appointed as the Attorney General of India till 2027 വരെ. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നു, വീണ്ടും നിങ്ങളൊന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഓർമ്മ പുതുക്കിയാൽ മാത്രം മതി. കാരണം എന്താണ്, അറ്റോർണി ജനറൽ നമുക്ക് മാറിയിട്ടില്ല. നമ്മൾ നേരത്തെ CAGയും CG ഒക്കെ മാറിയിട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിർബന്ധമായിട്ടും അത് ചോദിക്കും. അടുത്ത നെക്സ്റ്റ് ആണ് CP രാധാകൃഷ്ണൻ ഹാസ് ബീൻ ഇലക്ടഡ് ആസ് ഇന്ത്യസ് 15th വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഇവിടെ ജഗദീപ് ധാങ്കറിനെ മാറ്റിക്കൊണ്ടെന്നാണ് 15th വൈസ് പ്രസിഡന്റ് ആയിട്ട്. പുതിയ വൈസ് പ്രസിഡന്റ് വെരി ഇമ്പോർട്ടന്റ്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ മാറുമ്പോഴേക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? CP രാധാകൃഷ്ണനാണിത് പുതിയ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ്. 2026 ചോദിക്കാൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കണ്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് എന്താണ് ചോദിക്കാൻ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് ആണ് മാറിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് മാറുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണത് അത് വരുന്നത്. പേര് നോട്ട് ചെയ്ത് നോക്കുക, CP രാധാകൃഷ്ണൻ കേട്ടോ. നെക്സ്റ്റ് വൺ, ഹിമാചൽ പ്രദേശ് Coal Desert Biosphere Reserve has been recently added to UNESCO's World Network. Okay, യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്കിലേക്ക് ഹിമാചൽ പ്രദേശിലെ കോൾ ഡിസേർട്ട് ബയോസ്ഫിയർ റിസർവ് എന്താണ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീസെന്റ് ആയിട്ട് ആഡ് ചെയ്താണ്. ഇതിനകത്ത് ഒരുപാട് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ഒക്കെ എന്താണ് ഇതിനകത്ത് വരുന്നതാണ്. അപ്പം പുതുതായിട്ട് എന്താണ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്കിലേക്ക് എന്താണ് ഈ ഹിമാചൽ പ്രദേശിലെ കോൾ ഡിസേർട്ട് ബയോസ്ഫിയർ റിസർവ് കൊണ്ട് എന്താണ് ആഡ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യപ്പെട്ടു എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Next one, Ayurveda Day be celebrated annually from 2025 on September 23. Okay, ഇവിടെ പറയാൻ കാരണം ഇത് തീമും കൂടെ ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീമുണ്ട്. ഇവിടെ ഏഷ്യൻ തീംസിൽ നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഇവിടെ എന്താ നോക്കി, തീം എന്ന് വെച്ചാൽ ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഓക്കെ, ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് തോന്നുന്നുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആയുർവേദ ഡേ ബി സെലിബ്രേറ്റഡ് ആനുവലി ഫ്രം 2025 ഓൺ September 23. സെപ്റ്റംബർ 23 ആണത് ആയുർവേദ ഡേ എന്ന് പഠിച്ചു നോക്കുക. 2020 തീം എന്താണ്? അത് ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ആണത് തീം എന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ഇൻഡോർ സിറ്റി റാങ്ക്ഡ്
ഫസ്റ്റ് ഇൻ സ്വച്ഛ് വായു സർവക്ഷൺ അവാർഡ്സ് 2025 ഇൻ 10 lakh പ്ലസ് പോപ്പുലേഷൻ കാറ്റഗറി. അതായത് 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന പോപ്പുലേഷൻ കാറ്റഗറി ഏരിയയിൽ എടുത്തപ്പോഴേക്കും ഫസ്റ്റ് നോക്കി സ്വച്ഛ് വായു സർവക്ഷൺ അവാർഡ്സ്. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ആരും ചോദിക്കാൻ സാധ്യത കേട്ടോ, മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റൽ forest and ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റൽ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു എന്താണ് അവാർഡാണിത്, സ്വച്ഛ് വായു സർവക്ഷൺ അവാർഡ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വായു. ഓക്കെ, എയർ പൊല്യൂഷന്റെ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ക്ലീൻ ആയിട്ട് വന്ന, ക്ലീൻ അല്ല, ഏറ്റവും റാങ്കിൽ ഫസ്റ്റ് വന്നിരിക്കുന്നതാണ് അത് ഇൻഡോ. ഓക്കെ, ഇൻഡോ സിറ്റി ആണിത് ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വീണ്ടും നോക്കിയേ, അടുത്ത ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് അവിടെ. നോക്കിയേ, മിഥുൻ മൻഹാസ് ബിക്കം ദ ന്യൂ BCCI പ്രസിഡന്റ്. വീണ്ടും വെരി ഇമ്പോർട്ടൻറ്റ്, സ്പോർട്സ് ആയിട്ട് ചോദിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. മിഥുൻ മൻഹാസ് ബിക്കം ദ ന്യൂ BCCI പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലേ. എന്നാണ് BCCI ഫോം ചെയ്തത് ചോദിക്കാം, സ്റ്റാറ്റിക്കായിട്ട് ചോദിക്കാം. എന്നാണ് 1928 അല്ലേ, 1928 ഇത് BCCI ഫോം ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് മുംബൈയിലാണെന്ന് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ട് നോട്ട് ചെയ്ത് വെക്കാം. മിഥുൻ മൻഹാസ് ആണെന്ന് പുതിയ BCCI പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അൽബാനിയ ഹാസ് അപ്പോയിന്റഡ് വേൾഡ്സ് ഫസ്റ്റ് AI ക്യാബിനറ്റ് മിനിസ്റ്റർ. നോക്കിയേ, ഫുൾ AI യുഗം അല്ലേ. നോക്കി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പുതിയ നോക്കി. അൽബാനിയ ഹാസ് അപ്പോയിന്റഡ് വേൾഡ്സ് ഫസ്റ്റ് AI ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓക്കെ, ഇതിനൊരു പേരുണ്ട്, ഡയല. ഓക്കെ, DIELL, ഡയല എന്നാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, AI ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് രോഹിണി പഞ്ചായത്ത്, മഹാരാഷ്ട്ര പഞ്ചായത്താണെന്ന് രോഹിണി പഞ്ചായത്ത് പറയുന്നത്. രോഹിണി പഞ്ചായത്ത് won the gold award in നാഷണൽ ഗവേണൻസ് അവാർഡ്സ് 2025. ഓക്കെ, മഹാരാഷ്ട്രയിലെ അതായത് നാഷണൽ ഗവേൺ അവാർഡ്സ്, ബെസ്റ്റ് പഞ്ചായത്ത്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്ന പഞ്ചായത്തിനെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ് മഹാരാഷ്ട്രയിലെ രോഹിണി എന്ന പഞ്ചായത്തിനാണ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാം. അവാർഡ്സ് ഒക്കെയാണ്, പഞ്ചായത്ത് അവാർഡ്സ് ഒക്കെയാണ്, നല്ല സാധ്യത ചോദിക്കാം. ഓക്കെ, രോഹിണി. അതുപോലെ ഏത് അവാർഡാണ്? നാഷണൽ ഗവേണൻസ് അവാർഡ്സ് 2025 ആണ്. അടുത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് സ്പോർട്സ് കോംപ്ലക്സ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ അഹമ്മദാബാദ്. നോക്കി, ഇന്ത്യസ് ലാർജസ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ്, ഫസ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ലാർജസ്റ്റ് സ്പോർട്സ് കോംപ്ലക്സ് വാസ് ഇനാഗ്രേറ്റഡ് ഇൻ അഹമ്മദാബാദിൽ ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരാണിത് വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ്. എന്നാണ് വീർ സവാർക്കർ, ഈ കാണുന്നതാണ് വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യസ് ലാർജസ്റ്റ് സ്പോർട്സ് കോംപ്ലക്സ് വീർ സവാർക്കർ സ്പോർട്സ് കോംപ്ലക്സ്. നെക്സ്റ്റ് 77th Emmy അവാർഡ്സ്. ഓക്കെ, വീണ്ടും അവാർഡ്സ് ആണ് അല്ലേ. നമ്മുടെ ഫിലിം അവാർഡ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് അവാർഡ്സ് ഉണ്ട്. എല്ലാം പഠിക്കണം ഞാൻ പറയുള്ളൂ, കാരണം ഓരോന്നായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഗ്രാമി അവാർഡ്സ്, ഓസ്കാർസ്, നാഷണൽ ഫിലിം അവാർഡ്സ് എല്ലാം ചോദിക്കാറുണ്ട് മിക്കപ്പോഴും. ഓക്കെ, ഗോൾഡൻ ഗ്ലോബ്, അതുപോലെയാണ് ഇത് Emmy അവാർഡ്സ് എന്ന് പറയുന്നത്. നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് കോമഡി സീരീസ് ലഭിച്ചിരിക്കുന്നത് ദ സ്റ്റുഡിയോ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് കോമഡി സീരീസ് ദ സ്റ്റുഡിയോ എന്ന സീരീസിനാണ് അത് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം, ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്രാമ സീരീസ്. ഓക്കെ, ദ പിറ്റ് എന്ന സീരീസിനാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡ് ആക്ടർ ഇൻ ഡ്രാമ നോവലാണ്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡ് ആക്ട്രസ് അത് ബ്രിറ്റ് ലോവർ ആണ്. അപ്പോൾ ഈ 4 പോയിന്റ് നോക്കി, അല്ലെങ്കിൽ 4 പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നമ്മളൊന്ന് നോക്കി വെച്ചാൽ മതി, കാരണം ഈ പേര് കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓപ്ഷൻ ആ പേരുകൾ പെട്ടെന്ന് ഫെമിലിയർ ആയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ എന്തായിരിക്കും, മേ ബി നമ്മുടെ ബ്രെയിനിൽ അത് കിടക്കും. അവിടെ നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മയിൽ എന്താണ്, ഇത് ഇതായിരിക്കും എന്നൊരു ഓർമ്മയിൽ എന്താണ്, നമ്മൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് കോമഡി സീരീസ് ദ സ്റ്റുഡിയോ, ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്രാമ സീരീസ് ദ പിറ്റ്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡ് ആക്ടർ നോവൈൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡ് ആക്ട്രസ് ബ്രിറ്റ് ലോവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ഗുജറാത്ത് വാസ് ഇന്ത്യസ് ഫസ്റ്റ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സിസ്റ്റം. ഓക്കെ, ഗുജറാത്ത് വാസ് ഇന്ത്യസ് ഫസ്റ്റ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സിസ്റ്റം. അത് നമുക്കറിയാം, നമുക്കിപ്പോൾ ടോള കൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു 2 സെക്കൻഡ് നിർത്തണം അല്ലേ, എന്നാൽ മാത്രമാണ് സ്കാൻ ചെയ്ത് പോവുള്ളൂ.
അതായത് ഉദ്ദേശം വെച്ചാൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ആ പോകുന്ന ഗ്യാപ്പിൽ തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ സ്കാൻ ചെയ്ത് പോവുക. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തണ്ടേ. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ പൈസ കൊടുക്കണ്ട, സ്കാൻ ചെയ്ത് പൈസ പൊക്കോളും. പക്ഷെ എന്താണ് ഒരു ഫ്ലോ നമ്മൾ വണ്ടിയിൽ നിന്ന് നമ്മൾ എന്താ കൊണ്ട് നമ്മൾ നിർത്തൂ അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് നിർത്തണ്ട. ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ വണ്ടി പോകുന്ന അനുസരിച്ച് എന്താണ് ആ വണ്ടി പയ്യെ സ്പീഡ് കുറച്ചൊന്ന് പോയാൽ മാത്രം മതി. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം. അതാണ് ഫസ്റ്റ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ടു കളക്ട് ടോൾസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാണ്ട് തന്നെയാണ് എന്ത് ടോളുകളിൽ ഇത് കളക്ട് ചെയ്ത് എന്താണ് വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. അടുത്ത ഇന്ത്യ അനൗൺസ്ഡ് ഫസ്റ്റ് ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് വിത്ത് ഭൂട്ടാൻ. ഓക്കെ, ഇന്ത്യ അനൗൺസ്ഡ് ഫസ്റ്റ് അല്ലേ. ഫസ്റ്റ് ഓർമ്മ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇന്ത്യ അനൗൺസ്ഡ് ഫസ്റ്റ് ക്രോസ് ബോർഡർ എന്ന് വെച്ചാൽ നോക്കി രണ്ട് കൺട്രീസ് തമ്മിൽ കണക്ട് ചെയ്യുക. ആരൊക്കെ തമ്മിലാണ്? അതായത് നമ്മുടെ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള രണ്ട് റെയിൽ കണക്ടിവിറ്റി ആണിത് ഇവിടെ പറയുന്നത്. 2 റെയിൽ ലൈൻസ്. അത് നോക്കിയാൽ ഖോഗ്രാജ്കർ ആൻഡ് ഗലേബു. ഗലേവും സാമസ്തയും ഉള്ളത് എവിടെയാണ്? ഇത് രണ്ടും ഭൂട്ടാനിലെ റെയിൽവേ ലൈൻസ് ആണ്. ഓക്കെ, ഭൂട്ടാനിലെ റെയിൽവേ ലൈൻസ് ആണ്. അപ്പോൾ നോക്കി അതാണിത് മെയിനായിട്ട്. ഇത് ഈ കൊക്രാച്ചറും ഗലൂബും അതുപോലെ ബനാർഘട്ടും സാംസയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണിത് പുതിയ ഫസ്റ്റ് ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്രോസ് ബോർഡർ എന്ന് വെച്ചാൽ ബോർഡർ രണ്ട് കൺട്രീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കണക്ട് ചെയ്യുന്നുണ്ട് രണ്ട് റെയിൽസ് പുതിയതായിട്ട് വരുവാണ്. അതാണ് ഈ ടു റെയിൽവേ ലൈൻസ് എന്ന് പറയുന്നത്. അത് ഏത് കൺട്രീസ് ഏതൊക്കെ രാജ്യങ്ങൾ നമ്മൾ ചോദിക്കാം. ഏതൊക്കെയാണ് അത്? ഇന്ത്യയും ഭൂട്ടാനും തമ്മിലാണെന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആട്ടോ. അങ്ങനെയാണ് ചോദിക്കാൻ കൂടുതൽ സാധ്യത. ഈ സ്ഥലങ്ങൾ ചോദിക്കാനേക്കാളും കൂടുതൽ മേ ബി ചോദിക്കാട്ടോ, ഇന്നസായിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് ഇതുകൊണ്ട് ആഡ് ചെയ്തിരിക്കുന്നത്. മേ ബി ചോദിക്കാം ഏതൊക്കെ കൺട്രീസ് തമ്മിൽ വെച്ചാൽ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലാണത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് ഉള്ളത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ 2025 ISSF ജൂനിയർ വേൾഡ് കപ്പ്. ഓക്കെ, വീണ്ടും സ്പോർട്സ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഇവന്റ് ആണ്. ഹോസ്റ്റ് എവിടെയാണ്? ജർമ്മനി ആൻഡ് ന്യൂഡൽഹിയിലാണത് ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജർമ്മനി ആൻഡ് ന്യൂഡൽഹി. ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്ന ഇവന്റ് സ്ഥലം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, അതുപോലെ ഇന്ത്യ ആണത് ഈ ഒരു ഇവന്റിൽ ടോപ്പ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ചെയ്ത് ഇന്ത്യയാണ്. നോക്കി 11 ഗോൾഡും 14 സിൽവറും 12 ബ്രോൺസും ടോട്ടൽ എത്രയാണ്? 37 മെഡൽ, 37 മെഡൽസ് ആണത് ഇവർ ഈ ഒരു ഇവന്റിൽ കരസ്ഥമാക്കിയിരുന്നു കേട്ടോ. 11 ഗോൾഡ്, 14 സിൽവർ, 12 ബ്രോൺസ്. ഇനി ഇന്ത്യയുടെ ഗോൾഡ് വിന്നേഴ്സ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റില്ല, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത എക്സ്പെക്ട് ആയിട്ടുള്ള നമുക്ക് 2-3 പേരുടെ പേരൊന്ന് പഠിച്ചു നോക്കാം അല്ലേ. നോക്കാം ആരൊക്കെയാണ്. ഒന്ന് ഹിമാൻഷു. ഓക്കെ, 10 മീറ്റർ എയർ റൈഫിളിൽ ഗോൾഡ് അടിച്ചിട്ടുണ്ട്. ജോൺസൺ ആന്റണി 10 മീറ്റർ എയർ പിസ്റ്റളിൽ, അതുപോലെ തേജസ്വനി സ്വിംഗ്. അപ്പോൾ ഇവരുടെ 3 പേരുടെ പേര് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചോദിക്കാം മേ ബി ഈ കാണുന്ന ISF എന്താണ് ജൂനിയർ വേൾഡ് കപ്പിൽ ഗോൾഡ് മെഡൽ എന്താണ് നേടിയവരുടെ പേരൊക്കെ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്ര മെഡൽസ് ആണെന്ന് നോട്ട് ചെയ്ത് പോലെ. പിന്നെ ചോദിക്കുന്നതാണ് 11 ഗോൾഡ്, എത്ര ഗോൾഡ് മെഡൽസ് ആണ് ഇന്ത്യക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കാം. അതുപോലെ ഹോസ്റ്റ് ജർമ്മനി ആൻഡ് ന്യൂഡൽഹി ആണിത് ഹോസ്റ്റ് നടക്കുന്നത്. എവിടെയാണ്? ജർമ്മനി ന്യൂഡൽഹി വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത് APEDA has launched the Bharati initiative to boost India's agri-food exports. Okay, നോക്കാം. ഓക്കെ, എന്താണ് APEDA എന്ന് പറഞ്ഞാൽ? ഓക്കെ, അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് food products and food products export development ഡെവലപ്മെന്റ് അതോറിറ്റി. അതാണിത് APEDA എന്ന് പറയുന്നത്. APEDA has launched the ഭാരതി ഇനിഷ്യേറ്റീവ്. എന്താണ് ഭാരതി ഇനിഷ്യേറ്റീവ്? ടു ബൂസ്റ്റ് ഇന്ത്യസ് അഗ്രി ഫുഡ് എക്സ്പോർട്സ്. ഇന്ത്യയുടെ എന്താണ് അഗ്രി ഫുഡ് എക്സ്പോർട്സ് എന്താണ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പുതിയ ഇനിഷ്യേറ്റീവ് ആണിത് ഭാരതി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ടു എംപവർ 100 അഗ്രി ഫുഡ് സ്റ്റാർട്ടപ്സ്. 100 അഗ്രി ഫുഡ് സ്റ്റാർട്ടപ്സ് എംപവർ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചോട് തുടങ്ങിയതാണെന്ത് ഈ ഭാരതി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ഭാരതി ഇനിഷ്യേറ്റീവ് ആരാണ് കൊണ്ടുവന്നത്? APEDA. അതുപോലെ എന്താണ് എൻ്റെ എയിം? ടു എംപവർ 100 അഗ്രി ഫുഡ് സ്റ്റാർട്ടപ്സ്. അടുത്ത് ധോർദോ വില്ലേജ് ഹാസ് ബിക്കം ദ ഗുജറാത്ത് 4th. ഓക്കെ, ഗുജറാത്തിലെ 4ാമത്തെ വില്ലേജ്, 4th സോളാർ വില്ലേജ് അണ്ടർ PM സൂര്യഘർ യോജന അല്ലെ. PM സൂര്യഘർ യോജന എന്താ നമുക്കറിയാം അല്ലെ. സോളാർ പാനൽസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമാണ് ഈ PM സൂര്യഘർ യോജന എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റാളിംഗ് റൂഫ് ടോപ്പ് സോളാർ പാനൽസ്. അപ്പോൾ എന്താണ് ധോർദോ വില്ലേജ് ഹാസ് ബിക്കം ഗുജറാത്ത് 4th സോളാർ, 4ാമത്തെ സോളാർ വില്ലേജ് ആണിത്. ഈ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുള്ള റൂഫ് ടോപ്പ് പാനൽസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് 4th സോളാർ വില്ലേജ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക.
നെക്സ്റ്റ് വീണ്ടും സ്പോർട്സ് ആണ്. BWF വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, നമ്മുടെ ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹെൽഡ് അറ്റ് പാരീസ്, ഫ്രാൻസ്. വീണ്ടും എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിക്കാം. പാരീസ്, ഫ്രാൻസിലെ പാരീസ് വെച്ചാണിത് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തത്. ഇനി ചൈനയാണിത് ഇതിനകത്ത് ടോപ്പ് ആയത് കേട്ടോ. 2 ഗോൾഡ് 3 സിൽവർ അതുപോലെ ഒരു ബ്രോൺസ് കൊണ്ട് എന്താണ് ചൈനയാണ് ഈ BWF വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾഡുകളൊക്കെ കരസ്ഥമാക്കി നിൽക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യ നോക്കുവാണെങ്കിൽ സാത്വിക് സായ് രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി ക്ലെയിംസ് ബ്രോൺസ് മെഡൽ ഇൻ മെൻസ് ഡബിൾസ്. ഓക്കെ, മെൻസ് ഡബിൾസിൽ നമ്മുടെ 2 പുലിക്കുട്ടികളായ ചിരാഗ് ഷെട്ടിയും രംഗി റെഡ്ഡി എന്താണ് ബ്രോൺസ് മെഡൽ ഈ ഒരു BWF വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ചോദിക്കാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ്. അതുപോലെ എന്താണ് മെൻ സിംഗിൾ ടൈറ്റിലും വുമൺസ് സിംഗിൾ ടൈറ്റിലും ആരാണ് വോൺ ചെയ്യുന്നത്? ആരാണ് അത്? ഒന്ന് ഷി യുക്കി, അത് മെൻ സിംഗിൾസ് വോൺ ചെയ്ത്, ഓക്കെ, മെൻസ് സിംഗിൾസ് വോൺ ചെയ്ത് ഷി യുഗി, അതുപോലെ വുമൺ സിംഗിൾസ് വോൺ ചെയ്ത് അഖാനെ യമഗൂച്ചി. ഓക്കെ, ഇവർ രണ്ടുപേരാണ് ഈ മെൻ സിംഗിൾസും വുമൺ സിംഗിൾസും വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് ചോദിക്കാം, പക്ഷേ കൂടുതൽ ചോദിക്കാൻ സാധ്യതയാണ് ഈ ഹോസ്റ്റ് ചെയ്തതും അതുപോലെ നമ്മുടെ ബ്രോൺസ് മെഡൽ ലഭിച്ച ഈ 2 പേരുകളും. ഓക്കെ, രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയെ പറ്റിയാണ് ഇത് കൂടുതലും ചോദിക്കാൻ സാധ്യത. പക്ഷേ എന്നാലും നിങ്ങൾ എന്താണ് അവിടെ എക്സ്ട്രാ പോലെ എന്താണ് ഈ 2 എണ്ണം പഠിച്ചു വെക്കുക. മെൻ സിംഗിൾസും വുമൺ സിംഗിൾസിന്റെ കാര്യം കൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, നീതി ആയോഗ് ഈസ് പ്ലാനിങ് ടു ഇംപ്ലിമെന്റ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് അല്ലെങ്കിൽ GNI പ്രൊജക്ട് എന്ന് പറയും. ഓക്കെ, ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. ആരാണ്? നീതി ആയോഗ് അല്ലെ, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ റീപ്ലേസ് ചെയ്യുന്ന നീതി ആയോഗാണിത് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. എന്തൊക്കെയാണ് അവരോട് ചെയ്യാൻ പോകുന്നത് നോക്കാം. നോക്കി, ആൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, അതുപോലെ എ ന്യൂ ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ എ ടൗൺഷിപ്പ് ഫോർ റെസിഡൻസ്, അതുപോലെ എന്താണ് എ പവർ പ്ലാന്റ്. ഈ 4 കാര്യങ്ങളാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ GNI പ്രൊജക്ട് എന്താണെന്ന് നോക്കിയേ, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഇവരോട് ചെയ്യാൻ പോകുന്നത്. അടുത്താണ് ഇന്ത്യ ഓപ്പൺ ഇറ്റ്സ് ഫസ്റ്റ് ഓവർസീസ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഇൻ മൊറോക്കോ. ഓക്കെ, ഇന്ത്യ ഓപ്പൺ ഇറ്റ്സ് ഫസ്റ്റ് ഓവർസീസ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ഓക്കെ, അതായത് ഓവർസീസിൽ എന്താണ് ഒരു ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് എവിടെ തുടങ്ങിയിട്ടുള്ളത്? മൊറോക്കോയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഓപ്പൺ ബൈ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ്. ഇതും ചോദിക്കാം. ആരാണ് മൊറോക്കോയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ അത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ്. ഇനി ഏത് രാജ്യത്താണെന്ന് ചോദിക്കാം. ഈ രാജ്യത്താണ് അത് മൊറോക്കോയിലാണത് ഇന്ത്യയുടെ ഫസ്റ്റ് ഓവർസീസ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിതമായെന്നും നമുക്ക് പഠിക്കാം കേട്ടോ. കാരണം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ചോദിക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും സാധ്യതയുണ്ട് വരാൻ. അടുത്താണ് വിക്രം 3201 ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് മെയ്ഡ് ഇൻ ഭാരത് 32-bit മൈക്രോ പ്രൊസസർ. ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ലാർജസ്റ്റ് ഒക്കെ അല്ലേ, നമ്മൾ കുറച്ചും പഠിച്ചാൽ ഫസ്റ്റ് എന്നൊക്കെ ഒരു കാര്യം വന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത് അല്ലേ. ഫസ്റ്റ് മെയ്ഡ് ഇൻ ഭാരത് 32-bit മൈക്രോ പ്രൊസസർ. ഇന്ത്യയിലെ ആദ്യത്തെ 32-bit മൈക്രോ പ്രൊസസറിന് കൊടുത്ത പേര് എന്താണെന്ന് വെച്ചാൽ അത് വിക്രം 3201 ആണ്. ഓക്കെ, വിക്രം 3201. നെക്സ്റ്റ് ആണ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ലോഞ്ച് ദ ആദിവാനി AI ട്രാൻസ്ലേറ്റർ ഫോർ ട്രൈബൽ ലാംഗ്വേജസ്. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല AI യുഗമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ ലാംഗ്വേജസ് ഒക്കെ എന്താണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദിവാനി എന്ന് പറഞ്ഞ ഒരു AI ട്രാൻസ്ലേറ്റർ കൊണ്ടുവന്നിട്ട് എന്താണ് ട്രൈബൽ ലാംഗ്വേജസ് എന്താണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു പുതിയ എന്താണ് ട്രാൻസ്ലേറ്റ് സിസ്റ്റമാണിത് ഈ ആദിവാനി എന്ന് പറയുന്നത്. ആരാണ്? മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണിത് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നോട്ടി വെക്കുക. AIയുടെ ഒക്കെ ചോദ്യമാണ്. മിനിസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞ ചോദ്യമാണെങ്കിൽ എന്താണ് ചോദിക്കുക കേട്ടോ. AI ട്രാൻസ്ലേറ്റ് അതിൻ്റെ പേരാണിത് ആദിവാനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിലിറ്ററി എക്സസൈസ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ള അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മൈത്രി. ഓക്കെ, 2025 ആണ് മൈത്രി. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. ഇന്ത്യയും തായ്ലൻഡും നമ്മൾ കണക്ട് ചെയ്യുന്ന ജോയിന്റ് എക്സസൈസ് ആണ് മൈത്രി എക്സസൈസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇത് എവിടെ വെച്ചാണ് നടന്നത് ചോദിക്കുക കേട്ടോ. സ്ഥലം, ലൊക്കേഷൻ ചോദിക്കുക. 2 കാര്യങ്ങൾ ചോദിക്കുള്ളൂ. ഒന്ന് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് ഈ മൈത്രി എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. അതുപോലെ ഇന്ത്യ തായ്ലൻഡ് തമ്മിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സസൈസിന്റെ പേര് എന്താണ്? മൈത്രി എക്സസൈസ്. അതുപോലെ എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തെന്ന് ചോദിക്കാം. അത് കണ്ടക്ട് ചെയ്ത് അറ്റ് ഉംറായ്. ഓക്കെ, മേഘാലയയിലെ സ്ഥലമാണ് ഉംറായ് എന്ന് പറയുന്നത് കേട്ടോ. മേഘാലയ, ഉംറായ്, മേഘാലയ. അടുത്ത രണ്ടാമത്തെയാണ് സപ്പാഡ്. ഓക്കെ, സപ്പാഡ് 2025. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് റഷ്യ. ഇന്ത്യയും റഷ്യ തമ്മിലാണിത് സപ്പാഡ് 2025 എന്നുള്ളത്. ഇന്ത്യ ആൻഡ് റഷ്യ. ഓക്കെ, ഇത് കണ്ടക്ട് ചെയ്ത് റഷ്യ വെച്ച് തന്നെ കേട്ടോ. റഷ്യ വെച്ച് തന്നെയാണിത് ഈ ഒരു സപ്പാഡ് 2025 കണ്ടക്ട് ചെയ്ത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സപ്പാഡ് 2025. അടുത്ത എക്സസൈസ് യുദ്ധ് അഭ്യാസ്. ഓക്കെ, യുദ്ധ് അഭ്യാസ്. ഇന്ത്യ ആൻഡ് US തമ്മിലാണിത് യുദ്ധ് അഭ്യാസ് എന്ന് പറയുന്നത്. ഇനി
എവിടെ വെച്ചാണ് നടന്നത്? അലാസ്ക. ഓക്കെ, അലാസ്ക വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടോ, അലാസ്ക. ഓക്കെ, അലാസ്കയിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ ആൻഡ് US. അടുത്താണ് യൂത്ത് കൗശൽ 3.0 കണ്ടക്ടഡ് ഇൻ അരുണാചൽ പ്രദേശ്. ഓക്കെ, അരുണാചൽ പ്രദേശാണ് യൂത്ത് കൗശൽ 3.0 കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എവിടെയെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശാണ്. ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ ആർമിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് യൂത്ത് കൗശൽ 3.0 എന്ന് പറയുന്നു. നെക്സ്റ്റ് ആണ് വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ് എവിടെ കണ്ടക്ട് ചെയ്ത്? ഹോസ്റ്റ് കൺട്രിയാണ്. ഹോസ്റ്റ് കൺട്രി സൗത്ത് കൊറിയ. ഓക്കെ, സൗത്ത് കൊറിയ ആണ് ഇതിന്റെ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. നോക്കാം സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ആണ് ഈ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ടോപ്പായിട്ട് മാറിയിട്ടുള്ളത്. നോക്കാം, 2 ഗോൾഡ് 1 സിൽവർ 4 ബ്രോൺസ്. ഓക്കെ, ഇത്ര നേടിക്കൊണ്ട് നോക്കി എത്ര ഗോൾഡൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചു നോക്കണം. കണ്ടക്ട് ചെയ്ത് എവിടെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഗോൾഡ് കരസ്ഥമാക്കിയതാണ് 2 പോയിന്റ് പഠിച്ചു നോക്കണം കേട്ടോ. 2 ഗോൾഡ് 1 സിൽവർ 4 ബ്രോൺസ്. ഇനി ഇന്ത്യക്ക് എന്താണ്? ഇന്ത്യക്ക് ഒരു ടീം ഇവന്റ്, ഒരു ഗോൾഡും കിട്ടി, ഒരു സിൽവറും കിട്ടി. ആ ടീം ഇവന്റിൽ ഏതൊക്കെയാണ് ആൾക്കാരെന്ന് ചോദിക്കാറുണ്ട്. നോക്കാം, ഗോൾഡ് വിന്നേഴ്സ് ആണ്. ഒന്ന് പ്രഥമേഷ് ഫ്യൂത്ത്, അതുപോലെ അമൻ സൈനി, അതുപോലെ ഋഷഭ് യാദവ്. ഓക്കെ, ഈ 3 പേരാണിത് ഈ ടീമായിട്ട് ഈ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് എന്നാരാ? ടോപ്പ് നിൽക്കുന്ന സൗത്ത് കൊറിയയാണ്. ഇന്ത്യക്ക് എന്താണ്? ഇന്ത്യക്ക് 1 ഗോൾഡും 1 സിൽവറും കിട്ടിയായിരുന്നു. ആ ഗോൾഡ് കിട്ടിയ ആൾക്കാരുടെ പേര് മാത്രം എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ടീം ഇവന്റ് ആട്ടോ. ടീം ഇവന്റ് ആയതുകൊണ്ട് ഈ 3 പേർക്കും കൂടിയാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്. അടുത്ത ഇൻസ്പയർ അവാർഡ്. ഓക്കെ, ഇൻസ്പയർ അവാർഡ് നോക്കാം. അതായത് Muzaffarpur district topped the Inspire Award 2025 for student innovation. Okay, Department of Science and Technology providing that one. Department of ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊടുക്കുന്ന അവാർഡാണ് ഈ ഇൻസ്പയർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവാർഡ് ഏത് ഡിസ്ട്രിക്റ്റാണ്? മുസാഫർപൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഫോർ സ്റ്റുഡൻറ് ഇന്നോവേഷൻ. അതാണ് ഇൻസ്പയർ ചെയ്യുക അല്ലെ, ആൾക്കാർ ഇൻസ്പയർ ചെയ്യാണ് സ്റ്റുഡൻറ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അവാർഡ് ലഭിക്കുന്ന ആർക്കാണ്? അത് മുസാഫർപൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു അവാർഡ്, ഡിസ്ട്രിക്റ്റിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. നെക്സ്റ്റ് അടുത്താണ് ISRO's second launch site is located at കുലശേഖര പട്ടണം. ഓക്കെ, ISROയുടെ രണ്ടാമത്തെ ലോഞ്ച് സൈറ്റ് എവിടെയാണ് ലൊക്കേറ്റ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കുലശേഖര പട്ടണത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. കുലശേഖര പട്ടണം. ഓക്കെ, കുലശേഖര പട്ടണം. അടുത്ത, ഇന്ത്യ ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് ദ ഇന്റർപോൾ ഏഷ്യൻ കമ്മിറ്റി. വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഇന്ത്യയാണെന്ത് ഇന്റർപോളിന്റെ കമ്മിറ്റി ഭാഗമായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, ഇന്റർപോൾ എന്ന് ഫോം ചെയ്ത് 1923 അല്ലേ? ഇന്റർപോൾ ഫോംഡ് ഓൺ 1923. സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുക അല്ലേ. അപ്പം ഇന്റർപോൾ ഫോം ചെയ്ത് 1923. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ലയോൺ, ഫ്രാൻസ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് headquarters Lyon, France. Okay, India has been elected as a member of the Interpol Asian Committee. അപ്പോൾ ഇതിന്റെ headquarters കൂടെ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യ won the 7th SAF Under-17 football title in Colombo. കംപ്ലീറ്റ് അല്ലേ സ്പോർട്സ് കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിന്റെ PDF-കൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ മതി. ചാനലിൽ എന്താണ്, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ചാനലിൽ നമുക്ക് ഫ്രീ ആയിട്ട് PDF-കളെല്ലാം തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ എന്താണ് ഇത് SSC ആയിട്ടുള്ള SSC അല്ല, എല്ലാ ഗവൺമെന്റ് കോമ്പറ്റീവ് എക്സാംസിനും കറണ്ട് അഫയേഴ്സ് ആവശ്യമായിട്ടുള്ള എല്ലാ എക്സാംസിനും എന്താണ് ഈ മെറ്റീരിയൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മെറ്റീരിയൽ നിങ്ങളുടെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഇന്ത്യ won the 7th SAF Under-17 football title in Colombo. ഓക്കെ, ഇന്ത്യ won the 7th SAF Under-17 ഫുട്ബോൾ. ഓക്കെ, എവിടെയാണ് നടന്നത്? കൊളംബോയിൽ വെച്ചാണ് ഈ ഇവന്റ് നടന്നത്. അപ്പോൾ പറയാം, എവിടെ വെച്ചാണ് ഇവന്റ് നടന്നത്? കൊളംബോയിൽ വെച്ചാണ് നടന്നത്. അതുപോലെ 7th SAF Under-17 ഫുട്ബോൾ നടന്ന ആരാണ് വോൺ ചെയ്തത്? ഇന്ത്യയാണ് വോൺ ചെയ്തത്. നെക്സ്റ്റ് ആണ് ആചാര്യ ദേവ്രാട്ട് ടുക്ക് ഓത്ത് ആസ് മഹാരാഷ്ട്രാസ് ഗവർണർ. മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായിട്ട് ആരാണ് സ്ഥാനമായിട്ടിരിക്കുന്നത്? ആചാര്യ ദേവ്രാട്ട് എന്താണ് പുതിയ ഗവർണറായിട്ട്
സ്ഥാനമാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോയിൻമെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ കുറേ പഠിച്ചു അപ്പോയിൻമെന്റ്. ഈ അപ്പോയിൻമെന്റ്സ് എല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്റ്റേറ്റിലെയും CMഉം ഗവർണറും എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട്, കാരണം അത് മാറിക്കഴിഞ്ഞാൽ ചോദിക്കാനുള്ള പ്രോപ്പർട്ടി എന്താണ് വളരെ കൂടുതലാണ്. അപ്പോൾ പുതിയ ഗവർണർ, മഹാരാഷ്ട്ര പുതിയ ഗവർണറാണിത് ആചാര്യ ദേവ്രട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, അനന്തകുമാർ വേൽകുമാർ won India's first ever gold medal at the speed skating world championship. നോക്കി നമ്മൾ കേൾക്കാതല്ലേ, സ്പീഡ് സ്കേറ്റിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യക്കാരനായ അനന്തകുമാർ വേൽകുമാർ ആണിത് ഇന്ത്യസ് ഫസ്റ്റ് എവർ ഗോൾഡ് മെഡൽ ഇതിനകത്ത് കരസ്ഥമാക്കിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പോർട്സ് ഇവന്റ് ആണ് ചോദിക്കാം. കാരണം ആൾക്കാർക്ക് അത്ര അറിയാത്തൊരു ഇവന്റ്, അത്രത്തോളം ചോദിച്ചാലും ആൾക്കാർ അധികം ഉത്തരം എഴുതാത്തൊരു ഇവന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് അനന്തകുമാർ വേൽകുമാർ ആണിത് ഈ ഇവന്റിൽ ടോപ്പ് ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, സെബാസ്റ്റ്യൻ ലെക്കോണോ ബിക്കം ദ PM ഓഫ് ഫ്രാൻസ്. നമ്മുടെ ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വീണ്ടും അപ്പോയിൻമെന്റ്സ് ആണ്. ഇതൊക്കെ ചോദിക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ മേ ബി ചോദിക്കാം, കാരണം അപ്പോയിൻമെന്റ്സ് ഓൾറെഡി നമുക്ക് ഇന്ത്യയിൽ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയുടെ അപ്പോയിൻമെന്റ്സ് നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. അതിന്റെ അപ്പുറത്തൊക്കെ എന്താണ് മേ ബി ചോദിക്കാം ഇതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സും, കാരണം ഫ്രാൻസ് ഒക്കെ ആകുമ്പോൾ ഫ്രാൻസുമായിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ ഇടയ്ക്ക് കൊണ്ട് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ സെബാസ്റ്റ്യൻ ലെക്കോണോ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചിട്ടുണ്ട്. അടുത്ത്, Shirish Chandra Murmu was recently appointed as the Deputy Governor of the RBI. RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് അല്ലേ, ശിരീഷ് ചന്ദ്ര മുർമുവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ് ആയിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, നർച്ചറിങ് ആസ്പിറേഷൻസ് ത്രൂ വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ യങ് അഡോളസെന്റ് ഗേൾസ്. ഓക്കെ, ഇത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് കേട്ടോ. നോക്കാം, ഇനി ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണേഴ്സ് ആണത്. MSD ആണത്. ഓക്കെ, MSD, അതായത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് MSDയും കൂടെ ഒരുമിച്ച് എന്താണ് സംയുക്തമായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, പ്രോഗ്രാമാണിത്. ടു പ്രൊവൈഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ടു യങ് അഡോളസെന്റ് ഗേൾസ്. ഓക്കെ, യങ് അഡോളസെന്റ് ഗേൾസ് എന്താണ് മെയിൻ ആയിട്ട് ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെന്റും കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫോക്കസ് ഓൺ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ഓൺ എംപവറിംഗ് ഗേൾസ് ത്രൂ എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, 16 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ കാണുന്നത് മെയിനായിട്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ കാണുന്നത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഫോക്കസ് ഓൺ എംപവറിംഗ് ഗേൾസ് ത്രൂ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പ്രോഗ്രാമിന്റെ പേര് നോട്ട് ചെയ്ത് നോക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 16th Armed Forces Conference held in Kolkata. Theme: Year of Reforms, Transformation for the Future. നോക്കാം, 16ാമത്തെ ആംഡ് ഫോഴ്സ് കോൺഫറൻസ് എവിടെയാണ് നടന്നത്? കൊൽക്കത്തയിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത് കേട്ടോ. തീം നോക്കാം, ചില സമയത്തൊക്കെ തീം വെക്കാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ തീംസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മളെ ആകെ കുഴപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തീം നോക്കാം. തീം എന്താണ്? ഇയർ ഓഫ് റിഫോംസ്, ട്രാൻസ്ഫോർമേഷൻ ഫോർ ദ ഫ്യൂച്ചർ എന്നാണ് ഈ 2025 ഇതിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മീറ്റിംഗ് 16 ആംഡ് ഫോഴ്സിന്റെ കോൺഫറൻസ് നടന്ന എവിടെയാണ്? നടന്ന കൊൽക്കത്തയിലാണ്. തീം എന്താണെന്നും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത്, തിരുമല ഹിൽസ് ആൻഡ് Eramati Dibalu sites from Andhra Pradesh entered UNESCO's tentative list in 2025. നമ്മൾ നേരത്തെ 2 റാംസാർ സൈറ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണിത് ഈ കാണുന്ന യുനെസ്കോയുടെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? തിരുമല ഹിൽസും അതുപോലെ എറാമാറ്റി ഡിബാലു, ഈ 2 സ്ഥലങ്ങളിലും ഈ സൈറ്റ്സും എന്താണ് യുനെസ്കോയുടെ പുതിയ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ എന്താണ് ഇടം നേടിയിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ഈ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ തിരുമല, ഓക്കെ, തിരുമല ഹിൽസ് മുതൽ എറാമാറ്റി ഡിബാലു. ഓക്കെ, ഇതാണ് തിരുമല ഹിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്താണ് 2025 വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, അടുത്ത് പാരാ ആർച്ചറി, നമ്മൾ നേരത്തെ ആർച്ചറി ആണല്ലോ, ഇതെന്താ പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. ഹോസ്റ്റ് നടന്ന എവിടെയാണ്? ഗ്വാൻജു, സൗത്ത് കൊറിയ. ഓക്കെ, അതും സൗത്ത് കൊറിയ, ഇതാണ് സൗത്ത് കൊറിയ നടന്നത്. ചൈനയാണിത് ഇതിനകത്ത് ടോപ്പ് ആയിട്ടുള്ള കേട്ടോ. പാരാ ആർച്ചറി ആണ് പാരാ ആർച്ചറി. ഓക്കെ, പാരാ ആർച്ചറി ചൈന ടോപ്പ് ഇൻ ദിസ് ഇവന്റ്. ചൈനയാണിത് ടോപ്പ് ആയിട്ടുള്ളത്. 6 ഗോൾഡും ടോട്ടൽ 12 റൗണ്ട്സ് ഉണ്ടായിരുന്നു. ടോട്ടൽ ഇപ്പോൾ ഗോൾഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ബാക്കി ഇടാത്തത് കേട്ടോ.
മൊത്തം എത്രയാണെന്ന് വെച്ചാൽ മൊത്തം 12 മെഡൽസ് ആണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 6 ഗോൾഡ്. ഓക്കെ, 6 ഗോൾഡ് എന്താണ് ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യ ഗോട്ട് 2 ഗോൾഡ് പ്ലസ് 2 സിൽവർ പ്ലസ് 1 ബ്രോൺസ്. ഓക്കെ, 2 ഗോൾഡും 2 സിൽവറും 1 ബ്രോൺസും ആണെന്ന് ഇന്ത്യക്ക് ലഭിച്ചത് കേട്ടോ. ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യസ് ഗോൾഡ് ആണ് ശീതൾ ദേവി ആൻഡ് തോമൻ കുമാർ. ഓക്കെ, ഇതാണ് ശീതൾ ദേവി. നോക്കുക, പാരാ ആർട്ടിസ്റ്റ് ആണ്. നോക്ക്, 2 കൈയില്ല. നോക്ക്, ഗോൾഡ് മെഡലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, ദ റിയൽ വിന്നർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഇന്ത്യസ് ഗോൾഡ് ശീതൾ ദേവി ആൻഡ് തോമൻ കുമാർ. വെരി വെരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ചൈനയ്ക്ക് എത്ര ടോട്ടൽ 6 ഗോൾഡ്, ഇന്ത്യക്ക് എത്രയാണ്? ഇന്ത്യക്ക് 2 ഗോൾഡും 2 സിൽവറും, ടോട്ടൽ 5 മെഡൽസ് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ടോട്ടൽ 5 മെഡൽസ് ഉണ്ട്, അത് 2 ഗോൾഡ്. കാരണം ചോദിക്കുന്നത് എങ്ങനെയാണ് ടോട്ടൽ മെഡൽസ് എത്ര കിട്ടി അല്ലെങ്കിൽ ഗോൾഡ് എത്ര കിട്ടി, ഈ 2 ചോദ്യങ്ങളെ കാണാറുള്ളൂ, മെയിനായിട്ട് കാണാറുള്ളൂ. അല്ലെങ്കിൽ ടോപ്പ് ആയത് ആരാണ്, ടോപ്പ് ആയ ആൾക്ക് എത്ര മെഡൽസ് അല്ലെങ്കിൽ എത്ര ഗോൾഡ് മെഡൽ കിട്ടി. കണ്ടക്ട് ചെയ്ത് സൗത്ത് കൊറിയയിലാണ്. പേര് നോട്ട് ചെയ്ത് 2 ഗോൾഡ് എന്താണ് ശീതൾ ദേവിയും തോമൻ കുമാറും ആണെന്നും പഠിച്ചു നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 2 പേരേ ഉള്ളൂ, 2 ഗോൾഡേ ഉള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക, ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, തിരുമല ടെമ്പിൾ. നമ്മൾ ഓർച്ച തിരുമല ഹിൽസിനെ പറ്റി പറഞ്ഞോളൂ അല്ലേ. ഓക്കെ, ടെമ്പിൾ വരെ അല്ലേ. Tirumala Temple in Andhra Pradesh inaugurated India's first AA-powered Integrated Command Control Center ICCC. എന്തായാലും അമ്പലത്തിൽ വരെ ഇപ്പം AI മാറി തുടങ്ങി അല്ലേ. അതായത് ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടുത്തെ പോപ്പുലേഷനിൽ അവിടുത്തെ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അവരുടെ സെക്യൂരിറ്റി സിസ്റ്റംസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണിത് ഈ പറഞ്ഞ പോലെ AI സിസ്റ്റംസ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, കാരണം അത്രയും തിരക്കുള്ളൊരു അമ്പലമാണ്. സൈബർ സെക്യൂരിറ്റി, അത് ഞാൻ പറഞ്ഞ പോലെ ക്രൗഡ് കൺട്രോൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണിത്. ഇത് ക്രൗഡ് പ്രൊഡിക്ഷൻ, ക്രൗഡ് കൺട്രോൾ, അതിന് വേണ്ടിയാണ് ഈ AI പവേർഡ് ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സിസ്റ്റം സെൻറ്റർ എന്താണ് ഈ തിരുമല ഹിൽസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് AI പവേർഡ് ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സെൻറ്റർ ആണിത് ICC എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ്, മുഖി ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ബോൺ അഡൽട്ട് ചീറ്റ അറ്റ് കുനോ നാഷണൽ പാർക്ക്. ഓക്കെ, അതായത് നമ്മൾ ചീറ്റ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഒക്കെ നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു ഫീമെയിൽ ബോൺ അഡൽട്ട് ചീറ്റയാണെന്ത് ഈ മുഖി എന്ന് പറയുന്നത് കേട്ടോ. മുഖി ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ബോൺ അഡൽട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യം ഉണ്ടാകുന്ന ബോൺ അഡൽട്ട് ചീറ്റ അറ്റ് കുനോ നാഷണൽ പാർക്ക്. എവിടെയാണ് കുനോ നാഷണൽ പാർക്ക്? മധ്യപ്രദേശ് അല്ലേ. നാഷണൽ പാർക്ക് ആണ് കുനോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ, മധ്യപ്രദേശ്. അടുത്ത്, അഹമ്മദ്നഗർ റെയിൽവേ സ്റ്റേഷൻ വാസ് റീനെയിംഡ് ആസ് അഹല്യ നഗർ ഇൻ ഹോണർ ഓഫ് അഹല്യാബായ് ഹോൾക്കർ. ഓക്കെ, അഹല്യാബായ് ഹോൾക്കറിന്റെ ഒരു ആദരസൂചകമായിട്ട് എന്താണ് അഹമ്മദ് നഗർ എന്നുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേരെന്താണ് റീനെയിം ചെയ്തിട്ട് അഹല്യ നഗർ എന്താണ് അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാം, അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി എന്താണ് അഹല്യ നഗർ ഏത് പേരിലേക്കാണ് മാറ്റിയെന്ന് ചോദിക്കാം കേട്ടോ. അഹല്യ നഗർ എന്താണ് അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്നാണ് കൃഷി മീഡിയ അവാർഡ് 2025. ഓക്കെ, കൃഷി മീഡിയ. അംഷി പ്രസന്നകുമാർ വോൺ ദ കൃഷി മീഡിയ അവാർഡ്. ആർക്കാണ് ലഭിച്ചത്? അംഷി പ്രസന്നകുമാറിനാണ് 2025 കൃഷി മീഡിയ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, റിപ്പീറ്റഡ് ചോദിക്കാറുണ്ട്. അടുത്ത്, ഡോക്ടർ കനാഡ് ദാസ് took charge as the 13th director of the Botanical Survey of India. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 13th ഡയറക്ടറായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ കനാഡ് ദാസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചോദിക്കാറുള്ള ചോദ്യമാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്ത. BISന്റെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണെന്ന് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ റിലീസ് ദ 4th ചിൽഡ്രൻ ഇൻ ഇന്ത്യ 2025 റിപ്പോർട്ട്. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണ്, അതുപോലെ ചൈൽഡ് ഡെത്ത് റേറ്റ് എത്രയാണ്, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഡേറ്റാസ് ആണ് ഈ ചൈൽഡ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം മിനിസ്ട്രി ഓഫ് ആരാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ആണെന്ന് ഈ 4th ചിൽഡ്രൻ ഇൻ ഇന്ത്യ 2025 റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, ചിൽഡ്രൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് ആരാണ് പുറത്തോട്ട് ചോദിക്കാമല്ലോ. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണത് അത് പുറത്തുവിട്ടിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണത്
China launched the K visa to attract global STEM talent in 2025. Okay. എന്താണ് K visa? K visa to attract global STEM talent in 2025. അതായത് ഒന്നുമില്ല, ഗ്ലോബൽ സ്റ്റെം ടാലന്റ് എന്ന് പറയുന്നത് ഇവന്റ് വേണ്ടിയാണ് ചൈന എന്താണ് ലോഞ്ച് ചെയ്താണത് ഈ K visa എന്ന് പറയുന്നത് കേട്ടോ. അത് അങ്ങോട്ട് എത്താൻ വേണ്ടി. ഇനി അടുത്ത നെക്സ്റ്റ് ആണ് കർണാടക സ്റ്റേറ്റ് ലോഞ്ച് ദ 1000 crore ലീപ് പ്രോഗ്രാം. ഓക്കെ, 1000 കോടിയുടെ ലീപ് പ്രോഗ്രാം ആരാണ് കൊണ്ട് നിൽക്കുന്നത്? അത് കർണാടക സ്റ്റേറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ലീപ് എന്താണെന്ന് വെച്ചാൽ ലോക്കൽ എക്കണോമി ആക്സിലറേറ്റർ പ്രോഗ്രാം. ഓക്കെ, ലോക്കൽ എക്കണോമി ആക്സിലറേറ്റർ പ്രോഗ്രാം ആണിത് ലീപ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്തിനാണ്? ടു ബൂസ്റ്റ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, ടു ബൂസ്റ്റ് സ്റ്റാർട്ടപ്പ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണിത് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ടു ബൂസ്റ്റ് സ്റ്റാർട്ടപ്സ്. നെക്സ്റ്റ് ആണ് സ്മൃതി മന്ദാന സ്കോർഡ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ സെഞ്ചുറി ഇൻ ODIs in 50 balls against ഓസ്ട്രേലിയ. അതായത് നോക്കി, ODIയിൽ എന്താണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 50 balls 50 ബോൾസിൽ സെഞ്ചുറി അയക്കുന്ന താരമായിട്ട് മാറിയിട്ടുണ്ട് സ്മൃതി, നമ്മുടെ ഇന്ത്യൻ പ്ലെയറായ സ്മൃതി മന്ദാന മാറിയിട്ടുണ്ട് കേട്ടോ. നോക്കി, 50 ബോൾസ് 50 ബോൾസാണിത് സെഞ്ചുറി തെളിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കി, സ്കോർഡ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ സെഞ്ചുറിയാണ്. അപ്പോൾ ചോദിക്കാം ഫാസ്റ്റ് ഇന്ത്യൻ സെഞ്ചുറി ആർക്കാണെന്ന് വെച്ചാൽ സ്മൃതി മന്ദാനയ്ക്കാണ്. നെക്സ്റ്റ് വീണ്ടും ക്രിക്കറ്റ് ഇവന്റ് ആണ്. Arshdeep Singh become the first Indian bowler to take 100 wickets in T20 International. Okay, first Indian bowler ആണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫസ്റ്റ് ഇന്ത്യൻ ബോളർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ ബോളർ ടു ടേക്ക് 100 wickets in T20 International ആരാണ്? അർഷ്ദീപ് സിംഗ് ആണ് കേട്ടോ. അർഷ്ദീപ് സിംഗ്. അടുത്താണ് ബാലൻഡിയോർ അവാർഡ്. ഫുട്ബോളിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവാർഡാണ് ബാലൻഡിയോർ അവാർഡ് എന്ന് പറയുന്നത് അല്ലേ. നോക്കാം, ബാലൻഡിയോർ അവാർഡ് ആർക്ക് കിട്ടിയത്? ഒന്ന് ഓ ഡെമ്പലേക്ക്, ഫ്രാൻസിന്റെ ഓ ഡെമ്പലേക്കും, അതുപോലെ എന്താണ് ഇച്ചാന ബോൺമാറ്റിക്കും, സ്പെയിൻ്റെ ഇച്ചാന ബോൺമാറ്റിക്കാണ് ഇത് ബാലൻഡിയോർ അവാർഡ് ലഭിച്ചത്. ഫിഫായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് സ്പോർട്സിന് ഏറ്റവും വൺ ഓഫ് ദ ലെജൻഡറി അവാർഡ്സ് ആണ് ബാലൻഡിയോർ എന്ന് പറയുന്നത്. അപ്പോൾ 2025 ബാലൻഡിയോർ ഡെമ്പലേക്ക് അതുപോലെ ഇച്ചാന ബോൺമാറ്റിക്കാണെന്നും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും നമുക്കൊന്നും പറയാനില്ല. നെക്സ്റ്റ് അടുത്താണ് തമിഴ്നാടു സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ to issue identity cards to women self-help groups. Okay, identity cards കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ സ്റ്റേറ്റ് തമിഴ്നാടു. നോക്കി, എന്താണ് ടു ഇഷ്യൂ ഐഡന്റിറ്റി കാർഡ്സ് ടു വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അവർക്ക് ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് അവർക്ക് റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടി കേട്ടോ. അതിനുവേണ്ടി എന്താണ് ID കാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? തമിഴ്നാടു സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, ടു സപ്പോർട്ട് ഓർഫൻഡ് ചിൽഡ്രൻ. തമിഴ്നാടു നേരത്തെ പറഞ്ഞ സെയിം തമിഴ്നാട് സ്റ്റേറ്റ് ആണിത്. തമിഴ്നാട് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലോഞ്ച് ദിസ് സ്കീം. എന്താണെന്ന് വെച്ചാൽ അൻപു കരങ്ങൾ സ്കീം. ഓക്കെ, അൻപു കരങ്ങൾ സ്കീം എന്നൊരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് വെച്ചിരിക്കുന്നത്? അത് തമിഴ്നാടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഓർഫൺ ചിൽഡ്രൻ. ഓക്കെ, ഓർഫൺ ആയിട്ടുള്ള ചില അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സ്കീമാണിത് അൻപു കരങ്ങൾ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണിത് ഫസ്റ്റ് സ്റ്റേറ്റ് ബിക്കം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ദ സ്കീം എന്ന് വെച്ചാൽ അതാണ് അത് തമിഴ്നാടാണിത് ആദ്യമായിട്ട് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ, തമിഴ്നാടു. നെക്സ്റ്റ്, Chennai host the 5th Coast Guard Global Summit 2027. ഓക്കെ, 2027 5th Coast Guard Global Summit എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ്? ചെന്നൈയിൽ വെച്ച്. ഓക്കെ, ചെന്നൈയിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ചെന്നൈ ഹോസ്റ്റ് ദ 5th Coast Guard Global Summit 2027 എന്ന് പറയുന്നു. അടുത്ത്, ഗൗരാംഗ് ലാൽ ദാസ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് ന്യൂ അംബാസിഡർ ടു സൗത്ത് കൊറിയ. ഞാൻ പറഞ്ഞിട്ട് നമ്മളെല്ലാ മിക്ക മാസം കൺട്രോൾ എടുക്കുമ്പോഴേക്കും അതിനകത്ത് നമ്മൾ ഓരോ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഓരോ ആൾക്കാരെ എന്താണ് ഓരോ കൺട്രീസിൽ നമ്മൾ അംബാസിഡേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നോക്കിയേ, ഗൗരംഗ് ദാസ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് ന്യൂ അംബാസിഡർ ടു ഏതായിട്ടേക്കാണ്? സൗത്ത് കൊറിയ. ഓക്കെ, സൗത്ത് കൊറിയയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഗൗരംഗ് ലാൽ ദാസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് അനീഷ് ഗിരി വോൺ ദ ഓപ്പൺ സെക്ഷൻ ഓഫ് ദ 2025 ഫൈഡ് ഗ്രാൻഡ് സ്വിസ്. ഓക്കെ, 2025 ഫൈഡ് ഗ്രാൻഡ് സ്വിസിലെ ഓപ്പൺ സെക്ഷനിൽ ആരാണ് വോൺ ചെയ്തിരിക്കുന്നത്? അനീഷ് ഗിരി. ഓക്കെ, അനീഷ് ഗിരി വോൺ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് ന്യൂസ് ആണ് ഞാൻ പറഞ്ഞത്. സ്പോർട്സ് ന്യൂസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നുകൂടി കേട്ടോ. അടുത്ത നെക്സ്റ്റ് ആണ് മണിപ്പൂർ സ്റ്റേറ്റ്
സെലിബ്രേറ്റ്സ് ദ 14th സിരാറോകോം ഹത്തൈ ചില്ലി ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ സ്ട്രാറ്റജിക്ക് ആയിട്ടോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഏത് സ്റ്റേറ്റ് ആണ് ഈ ഒരു ഹത്തൈ ചില്ലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊരു ചോദ്യമായിരിക്കും വരുന്നത് കേട്ടോ. നോക്കാം, സിരാറോകോം ഹത്തൈ ചില്ലി ഫെസ്റ്റിവൽ ആരാണ്? മണിപ്പൂർ സ്റ്റേറ്റ് ആണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. മണിപ്പൂരിൽ സ്ഥിരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവൽ ആണിത് സിരാറോകോം ഹത്തൈ ചില്ലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് മണിപ്പൂർ. അടുത്ത് ഡിഫറെൻറ്റ് ബട്ട് നോട്ട് ലെസ് ബുക്കാണ്. ആരാണ്? അനുപം ഖേറിൻ്റെ ബുക്കാണ്. ഓക്കെ, യുവർ ബർത്ത്ഡേ ടുഡേ എന്നൊക്കെ പറഞ്ഞ ബുക്ക് എഴുതിയ അനുപം ഖേറിൻ്റെ ബുക്കാണ് ഡിഫറെൻറ്റ് ബട്ട് നോട്ട് ലെസ്. അപ്പോൾ ഇത് ഈ പോപ്പുലാരിറ്റി ഉള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്ന ബുക്കുകളായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ധർമ്മേന്ദ്ര പ്രധാൻ ലോഞ്ച് ദ ഫസ്റ്റ് ഓവർസീസ് അഥൽ ഇന്നോവേഷൻ സെന്റർ ഇൻ UAE. അവിടെ ഫസ്റ്റ് അല്ലെ, വീണ്ടും ഫസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓവർസീസ് അഥൽ ഇന്നോവേഷൻ സെന്റർ ഇൻ UAE. UAE-ലാണത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അടുത്ത ഓപ്പറേഷൻ റാഹത്ത്. ദ ആർമീസ് റെസ്ക്യൂ ഓപ്പറേഷൻ കണ്ടക്ടഡ് ഇൻ ഫ്ലഡ് ഹിറ്റ് ജമ്മു ആൻഡ് പഞ്ചാബ് റീജിയൻസ്. അതായത് ജമ്മുവിലും പഞ്ചാബിലൊക്കെ ഫ്ലഡ് വന്ന സമയത്ത് ഇന്ത്യൻ ആർമി സ്വീകരിച്ച റെസ്ക്യൂ ഓപ്പറേഷന്റെ പേരാണിത് ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ റാഹത്ത് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാം. കാരണം റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ പേര് ഈ ഒരു കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് കോമ്പറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വീണ്ടും അടുത്ത നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ദ വൾച്ചർ നെറ്റ്വർക്ക് ലോഞ്ച് ഇൻ ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ എന്ന് പറയുന്നത് ദ വൾച്ചർ നെറ്റ്വർക്ക്. അത് ആരാണ്? ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്ത് നോക്കി? ഏത് സ്റ്റേറ്റ് ആണ്? അത് ആസാം സ്റ്റേറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അമിത് ഖരെ വാസ് അപ്പോയിന്റഡ് ആസ് സെക്രട്ടറി ടു വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ. നമ്മൾ കുറച്ചും പഠിച്ചായിരുന്നു പുതിയ അപ്പോയിന്റ്മെന്റ് എന്താണ്? CP രാധാകൃഷ്ണൻ സ്പോണസ് ന്യൂ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് പുതുതായിട്ടുള്ള സെക്രട്ടറി. ഓക്കെ, സെക്രട്ടറി ടു വൈസ് പ്രസിഡന്റ് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? അമിത് ഖാരനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. MITKHARE അമിത് ഖാരനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അനുപർണ റോയ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് അറ്റ് വെനീസ് ഫിലിം ഫെസ്റ്റിവൽ. ഓക്കെ, വെനീസ് ഫിലിം ഫെസ്റ്റിവലില് അനുപർണ റോയ് അല്ലെ, അനുപർണ റോയ് ബിക്കം ദ ഫസ്റ്റ് ആദ്യത്തെ ഇന്ത്യൻ ആണ് എന്ത്? വെനീസ് ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ച വ്യക്തിയാണിത് അനുപർണ റോയ് എന്ന് പറയുന്നത്. ചോദിക്കാൻ നല്ല ചാൻസ് ചോദ്യമാണ്. അവാർഡ്സ് ആൻഡ് ഹോണേഴ്സിൽ നിന്ന് എന്താണ് ഫസ്റ്റ് ഇന്ത്യൻ കൂടി ആയതുകൊണ്ട് നല്ലൊരു ചോദ്യമാണ്. ചോദിക്കാം. അനുപർണ റോയ് കേട്ടോ. അനുപർണ റോയ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് അറ്റ് വെനീസ് ഫിലിം ഫെസ്റ്റിവൽ. നെക്സ്റ്റ് ആണ്, കൊഗിജി അഗുസാവ ബിക്കം ദ ഓൾഡസ്റ്റ് മാൻ ടു സബ്മിറ്റ് മൗണ്ട് ഫിജി. അതായത് മൗണ്ട് ഫിജി കീഴടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. എന്നാലോചിക്ക്, ഏകദേശം 102 വയസ്സാണ് കേട്ടോ. 102 വയസ്സ്. ദ ഓൾഡസ്റ്റ് പേഴ്സൺ ടു ക്ലൈം മൗണ്ട് ഫിജി മെയിൽ. നോക്കിയേ, 102 വയസ്സ്, 51 ഡേയ്സും പ്രായമുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണിത് മൗണ്ട് ഫിജി കീഴടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ എന്ന് പറയുന്നത്. അടുത്ത്, രജിത് പുൻഹായ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ CEO ഓഫ് FSSAI. ഓക്കെ, FSSAIയുടെ പുതിയ CEO ആയിട്ട് ആരെ അപ്പോയിന്റ്? രജിത് പുൻഹായിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രജിത് പുൻഹായ്. നെക്സ്റ്റ്, നാഷണൽ ടീച്ചേഴ്സ് അവാർഡ്സ്. ഓക്കെ, ടീച്ചർ നമുക്കറിയാം നാഷണൽ ടീച്ചേഴ്സ് ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ടീച്ചേഴ്സ് അവാർഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഓക്കെ, ദ്രൗപദി മുർമു ആണിത് ഈ അവാർഡ് കൊടുത്ത്. മൊത്തം 81 അവാർഡ്സ് ആണ് ഈ വർഷം കൊടുത്തത്. അപ്പോൾ ഈ എണ്ണം ചോദിക്കാം കേട്ടോ. നമ്മൾ പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ പഠിക്കുന്ന പോലെ ഈ എണ്ണം ചോദിക്കാം. ഈ എണ്ണം എന്താണ്? ഈ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. ഓക്കെ, ടോട്ടൽ 81 അവാർഡ് തന്നു. 40 ടീച്ചേഴ്സ് എന്താണ്? ഫ്രം സ്കൂൾ എഡ്യൂക്കേഷൻ. ഓക്കെ, നോർമൽ എഡ്യൂക്കേഷൻ. 21 എന്താണ്? 21 ഹയർ എഡ്യൂക്കേഷൻ. 15 എന്താണ്? ഫ്രം സ്കിൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ടോട്ടൽ എന്താണ്? 45, 21, 15 കൂട്ടി 81 പേർക്കാണ് ഈ നാഷണൽ ടീച്ചേഴ്സ് അവാർഡ്സ് ലഭിച്ചത് കേട്ടോ. അപ്പോൾ 3 പേർക്കും ഇത്രയും അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനും പഠിക്കണം നിർബന്ധമില്ല. പക്ഷേ എന്നാലും എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. കൂടുതലും പഠിക്കേണ്ടത് എന്താണ്? 81 പേർക്ക് ടോട്ടൽ എത്ര പേർക്ക് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ആണ്, മദർ മാരി കംസ് ടു മീ. അരുന്ധതി റോയുടെ പുതിയ ബുക്കാണ്. അരുന്ധതി റോയ്ക്ക് ആയതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മദർ മേരി അല്ലേ, മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ എന്നാണ് ബുക്കിന്റെ പേര്. അരുന്ധതി റോയ് എഴുതിയ പുതിയ ബുക്കാണ്.
അടുത്താണ് ആലിയ ഭട്ട് ബിക്കം ദ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ഫോർ ലെവിസ്. ഓക്കെ, നമ്മളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ലെവിസ് ബ്രാൻഡ് അല്ലേ. അപ്പോൾ ലെവിസ് ബ്രാൻഡിന്റെ പുതിയ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ആലിയ ഭട്ടിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അംബാസിഡേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അത് ചോദിക്കാറുണ്ട് കേട്ടോ. അത് എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് ആണ്. സുശീല കർക്കി ബിക്കം ദ ഇന്ററിം PM ഓഫ് നേപ്പാൾ. നേപ്പാളിന്റെ പുതിയ ഇന്ററിം PM ആയിട്ട് ആരെയാണ്? സുശീല കർക്കിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. ഫ്രാൻസ് നമ്മൾ പറഞ്ഞാൽ ഫ്രാൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ റിലേഷനുള്ള കാര്യം ഒരു രാജ്യമാണ്. അതിൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണിത് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ നേപ്പാളിൽ എന്താണ് പുതിയ ഇന്ററിം PM ആയിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒബിയസ്ലി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സുശീല കാർക്കി ബിക്കം ദ ഇന്ററിം പ്രൈം മിനിസ്റ്റർ ഓഫ് നേപ്പാൾ. നെക്സ്റ്റ്, Deepak Mittal has been appointed as India's new ambassador to the UAE. UAE-ലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് ദീപക് മിറ്റലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവർ പഠിച്ചായിരുന്നു അംബാസിഡേഴ്സ്, ഇപ്പോഴും ഒന്നുകൂടെ പഠിക്കുകയാണ്. ദീപക് മിറ്റൽ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് ന്യൂ അംബാസിഡർ ടു UAE. നെക്സ്റ്റ് ആണ്, ന്യൂഡൽഹി സിറ്റി വിൽ ഹോസ്റ്റ് ദ 2026 ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. 2024 നടക്കാൻ പോകുന്ന BWF ചാമ്പ്യൻഷിപ്പ് ആരാണ്, ഏത് സിറ്റിയാണ് ഹോസ്റ്റ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ന്യൂഡൽഹി സിറ്റിയാണ് അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2026 നടക്കുന്ന ഇവന്റ് ആണ്, വരാൻ പോകുന്ന ഒരു ഇവന്റ് ആണ്. വരാൻ പോകുന്ന സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ FIFA അതുപോലെ നമ്മൾ കുറേ പഠിക്കാറുണ്ട് അല്ലേ, വേൾഡ് കപ്സ് ഇതൊക്കെ വരും വർഷങ്ങളിൽ എവിടെ നടക്കുന്നത് പഠിച്ചു നോക്കേണ്ടത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ BW, കാരണം ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ന്യൂഡൽഹിയിലാണത് ഈ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ്, ഉത്തരാഖണ്ഡ് വിൽ ഹോസ്റ്റ് ഏഷ്യൻ കാഡറ്റ് കപ്പ് 2025. ഏഷ്യൻ കാഡറ്റ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്ന് ചോദിച്ചാൽ അതെന്താണ്, അത് ഉത്തരാഖണ്ഡിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഏഷ്യൻ കാഡറ്റ് കപ്പ് അല്ലെ, വെറൈറ്റി ആയിട്ടുള്ളൊരു പേരുണ്ടല്ലോ ഏഷ്യൻ കാഡറ്റ് കപ്പ്. നെക്സ്റ്റ്, അശ്വിൻ, നമ്മുടെ രവീന്ദ്ര അശ്വിൻ ബിക്കം ദ ഫസ്റ്റ് മെയിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ടു ജോയിൻ ദ BBL. ബിഗ് ബാഷ് ലീഗിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ മെയിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ആരാണ്? അതാണ് അശ്വിൻ. നമ്മുടെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള IPL ചെന്നൈയിലെ IPL ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. അതിനായിട്ട് അദ്ദേഹം IPL കളിക്കുന്നുണ്ടായിരുന്നു. IPL നിന്ന് റിട്ടയർ ചെയ്തിട്ടാണ് ഇപ്പം BBL എന്നാണ്, BBL-ലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെയിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ആണ്. അപ്പോൾ ഇനി കുറച്ച് ഡേയ്സ് ആൻഡ് തീംസും കൂടെ നോക്കാം. ഫസ്റ്റ് നോക്കാം, നാഷണൽ ടീച്ചേഴ്സ് ഡേ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ് നാഷണൽ ടീച്ചേഴ്സ് അവാർഡ്സ് ഒക്കെ കൊടുത്തായിരുന്നു. 80 പേർക്കാണ് അവാർഡ് കൊടുത്തെന്നൊക്കെ പറഞ്ഞായിരുന്നു. നാഷണൽ ടീച്ചേഴ്സ് ഡേ എന്നായിരുന്നു September 5 ആയിരുന്നു. ഇൻസ്പയറിംഗ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ലേണേഴ്സ് ആണെന്ത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്, ഇൻസ്പയറിംഗ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ലേണേഴ്സ്. അടുത്ത് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആയിരുന്നത് September 8 എന്ന് പറയുന്നത്. അടുത്ത് September 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണത് September 10. 13 വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ. 14 വേൾഡ് ഹിന്ദി ഡേ ആണത്. September 14 എന്ന് വെച്ചാൽ വേൾഡ് ഹിന്ദി ഡേ ആണ്. നെക്സ്റ്റ് 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. September 15 ആണത് നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. 16 വേൾഡ് ഓസോൺ ഡേ ആണ്. അപ്പോൾ ഇത്തവണത്തെ തീം നോക്കാം. ഓസോൺ ഡേ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ ആണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. 22 വേൾഡ് റൈനോ ഡേ ആയിരുന്നു 22. 23 നാഷണൽ ആയുർവേദ ഡേ ആണത് 23. 27 വേൾഡ് ടൂറിസം ഡേ ആണത് 27 എന്ന് പറയുന്നത്. അടുത്ത് 28 September 28 ആണ് വേൾഡ് റാബീസ് ഡേ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ September 29 വേൾഡ് ഹേർട്ട് ഡേ. വേൾഡ് ഹേർട്ട് ഡേ ആണത് September 29 എന്ന് പറയുന്നു. അപ്പം ഇതോടുകൂടി നമ്മുടെ സെപ്റ്റംബർ മാസത്തിലെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് ഏറ്റവും മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ബെറ്റർ ആക്കണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ പറയുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ആൻഡ് അടുത്തൊരു നെക്സ്റ്റ് മന്തിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.